ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ്. പിള്ളേർ 4 മണി ആകുമ്പോഴത്തേക്കും വല്ലതും വേണമെന്നും പറഞ്ഞ് ഓടി വരും അല്ലേ? സ്വാഭാവികമായിട്ട് അത് എല്ലാ വീട്ടിലും ഒക്കെ ഉള്ളതാണ്. നമുക്ക് നല്ല ടേസ്റ്റോട് കൊടുത്തിട്ട് ആ 4 മണി ഒരു പലഹാരം ചെയ്യാം. വേറൊന്നുമല്ല, റവ വടയും ഒരു തക്കാളി ചട്നി. ഈ തക്കാളി ചട്നി നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം ദോശയ്ക്കോ ഇഡലിക്കോ അതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതേപോലെ 1 കപ്പ് റവ, വറുത്തതോ വറക്കാത്തോ ഇഷ്ടമുള്ള എടുക്കാം. അത് നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ റവ ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് ചെറിയ തരിയോട് കൂടി തന്നെ വേണം. ഒരല്പം ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഒരുപാടങ്ങ് പൊടിഞ്ഞും പോകല്ലേ, ചെറിയ തരിയായിട്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായത് ഇതേപോലെ ഒരു അരപ്പാത്രം തൈര്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ തൈര് ഒരു ലേശം പുളിയോട് കൂടിയുള്ള തൈരാണ് നല്ലത്. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഇതേപോലെ. ഇനി നമ്മൾ ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഏകദേശം ഒരു അരപ്പാത്രം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കുക. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം, നമ്മൾ ഒഴിച്ച വെള്ളം അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിക്കോളും. നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരളവ് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം കൂടിപ്പോകണ്ട. ഇനി ഇതൊന്ന് അടച്ച് ഇത് വെക്കുകയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ, മാവൊന്ന് പുളിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് തക്കാളി ചട്നി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക. അതിന് ശേഷം ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു 5-10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്, വലുതാണെങ്കിൽ ഒരു 5 വല്ലതും എടുത്താൽ മതി. അപ്പോൾ എന്തുമാത്രം തക്കാളി അതിലെടുക്കുന്നോ അതനുസരിച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനായിട്ട്. വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു സവോള, ഒരു ചെറിയ സവോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ആ സവോളയും ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ എരിവിന് പാകത്തിന് കേട്ടോ, ഞാൻ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 3 മീഡിയം രീതിയിലുള്ള തക്കാളി അതൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ തക്കാളി കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തോടണം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതായത് ആവശ്യത്തിലുള്ള ഉപ്പ് പൊടി കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി. ഇനി വേണ്ടത് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. കാരണം നമ്മൾ ഈ തക്കാളിയൊക്കെ ഇത് കുഴയാൻ വേണ്ടിയാണ് ഇത് അടച്ചു വെക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ നമുക്കറിയാമല്ലോ, ഈ മുളക് പൊടിയുടെ ആ പച്ചച്ചുവയുണ്ടല്ലോ, അതൊന്ന് മാറുന്നതിനും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വേണം ആ മുളക് പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിനും വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ മുളക് പൊടിയുടെ പച്ചച്ചുവ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പ് തൽക്കാലത്തേക്കൊന്ന് നിർത്തിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നുണ്ട്, തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ ജാർ അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഈ തക്കാളി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഉടഞ്ഞ തക്കാളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റ് ആകണ്ട, ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരും. ഇതേപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് താളിച്ചൊഴിക്കണം കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇച്ചിരി കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതങ്ങ് ഇട്ടിട്ട് കൊടുക്കും. ഇനിയും വേണ്ടത് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ താളിക്കുന്നതിന് നമുക്കറിയാമല്ലോ ഇതൊക്കെ ചേർക്കണമെന്ന്. കൂട്ടത്തിൽ 2-3 വറ്റൽമുളക് കൂടെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഒന്ന് ഇളക്കി ഒരു തണ്ട് കറിവേപ്പില അത് ഇളക്കി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് ഒഴിക്കും. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ജാറിൻ്റെ അകത്തുള്ളതും കൂടെ എടുക്കാം. അതുകൂടെ അങ്ങോട്ട് വെച്ചു ഒന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ വടയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. പക്ഷേ ദോശയ്ക്കോ അതുപോലെ ഇഡലിക്കോ പൂരിക്കോ ഒക്കെ വേണേലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റാം. നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് റവ വടയും കൂടെ റെഡിയാക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം 10-20 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഐറ്റങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ഒരു സവോള കരം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതേപോലെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു ഉരുളൻകിഴങ്ങ് ഇതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന നുടത്താണ് അതിട്ട് കൊടുക്കുക. ഒരു വലിയ ഉരുളൻകിഴങ്ങ് കേട്ടോ. ഒരല്പം കറിവേപ്പില നല്ലപോലെ കഴുകി ഒന്ന് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കുക. ഇനി വേണ്ട ഒരല്പം കായപ്പൊടിയാണ് അതിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ അപ്പം നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. നല്ലപോലെ ഒന്ന് ഇളക്കി. ഒരുപാട് വെള്ളമൊന്നും കൂടല്ലേ കേട്ടോ. ഇപ്പം നമ്മൾ ഈ പിടിച്ചിരിക്കുന്നുണ്ട് ഇതേപോലെ വേണം അതൊന്ന് റെഡിയാക്കാൻ. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ കടായിൽ ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമുക്ക് വട റെഡിയാക്കാനായിട്ട്. ഇച്ചിരി വെള്ളം ഒന്ന് കയ്യേറിട്ട് മുക്കിയിട്ട് കുറേശ്ശെ ഇട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അകവും കൂടെ വേകണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം മാത്രമേ റെഡിയാകത്തുള്ളൂ. ഇതിൻ്റെ അകം കൂടെ വേകണം. അപ്പോൾ തീ മീഡിയം രീതിയിൽ വേണം അത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി കോരിയെടുക്കാം. എണ്ണ ഒന്നും പിടിക്കത്തുമില്ല കേട്ടോ. ഇനി ബാക്കിയൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇതുവരെ ഉണ്ടയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പിറക്കിയിടാം. അപ്പം നമ്മൾ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പം തീ കുറച്ച് വെച്ച് ഇതിൻ്റെ അകം വേഗത്തക്ക രീതി വേണം അത് റെഡിയാക്കിയ. തീ കൂട്ടി കൊടുക്കല്ലേ, മീഡിയം രീതിയിലൊക്കെ വെച്ച് റെഡിയാക്കാവുള്ളൂ. ഇനി ഇത് റെഡിയായതിന് ശേഷം ഇത് കോരി കൂട്ടും. 1 കപ്പ് റവ ഉണ്ടെങ്കിൽ 1 പാത്രം
റവ വട ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. 3 തക്കാളിയും കൊണ്ട് നല്ലൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പിള്ളേർ വിശന്നാണ് വരുന്നത്, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ വേണമെന്നും പറഞ്ഞാൽ വരുന്നത് അല്ലേ. അപ്പം ഇഷ്ടം പോലെ എല്ലാവർക്കും കഴിക്കാം, ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും കഴിക്കാം. ഇഷ്ടം പോലെ വടയുണ്ട്, തക്കാളി ചട്നി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിതന്നെ ഉണ്ടോ, ഇച്ചിരി ചട്നിയായിട്ട് അങ്ങോട്ട് കഴിക്കും. അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതായിട്ട് നല്ല രുചികരമായ ഐറ്റം തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തായാലും ശരി, നിങ്ങൾക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ ചെയ്തിട്ട് പറയുന്നല്ല കേട്ടോ, ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ഒരല്പം റവയും ഇച്ചിരി തൈരും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്ലേറ്റ് നിറച്ച സാധനം. തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.